8:45 തീവണ്ടിക്ക് പോകേണ്ടത് കൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം തന്നതിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നുള്ള അതിമഹത്തരമായിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള പ്രമേയം, ആ പ്രമേയവുമായിട്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത് ഈ തിരുവനന്തപുരത്തെത്തി ഇവിടെ നടക്കുന്ന ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും നന്ദിയും ഞാൻ പ്രകടിപ്പിക്കുക. മനുഷ്യനോടൊപ്പമല്ലാതെ പണത്തിനും സ്വാർത്ഥതയ്ക്കും അഹന്തയ്ക്കും ഒക്കെയായി നിലകൊള്ളുന്നത് ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്. ഈശ്വര വിശ്വാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് സഹജീവികളോടുള്ള കരുണയിലും ഉത്തരവാദിത്വത്തിലും അധിഷ്ഠിതമായി ജീവിക്കുമ്പോഴാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെയും അധ്യാപനത്തിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാന്തപുരം AV അബൂബക്കർ മുസ്ലിയാർ സാഹിബിനോടുള്ള എന്റെ ഹൃദയംഗമമായിട്ടുള്ള ആദരവ് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു മുദ്രാവാക്യമല്ല, അതൊരു സാംസ്കാരിക തത്വമാണ്. എല്ലാ മതങ്ങളിലും വിദ്വേഷത്തിനും സങ്കുചിതമായിട്ടുള്ള വേർതിരിവുകൾക്കും മുകളിലാണ് മനുഷ്യത്വത്തിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇസ്ലാമിൽ കാരുണ്യത്തിന്റെ അർത്ഥമായിട്ടുള്ള റഹ്മ, നീതിയുടെ പ്രതീകമായിട്ടുള്ള അതിൽ, മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കുന്ന ഇൽമ, ഇങ്ങനെയുള്ള ആശയങ്ങളിലൂടെ അത് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതീയ പാരമ്പര്യത്തിൽ കരുണയും ധർമ്മവും സേവനവും, ഈ സങ്കല്പങ്ങൾ ഇതേ ചൈതന്യമാണ് പ്രതിഫലിക്കുന്നത്. വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ഇവയെല്ലാം പങ്കുവെക്കുന്നത് ഒരേ ധാർമ്മിക മൂല്യങ്ങളാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതേ എന്ന് പഠിപ്പിച്ചത് ഇതേ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച, ആ പാരമ്പര്യത്തെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യർക്കൊപ്പം മനുഷ്യർ നേരിടുന്ന മതപരമായിട്ടുള്ള, സാമുദായികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ വേർതിരിവുകൾക്കും അപ്പുറത്ത് മനുഷ്യർക്കൊപ്പം എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഈ യാത്ര ഇന്നത്തെ കേരളത്തിന്റെ, ഇന്നത്തെ ലോകത്തിന്റെ, ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിഥി ദേവോ ഭവ എന്ന് പറയുക മാത്രമല്ല പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്ത ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇസ്ലാം മതം കേരളത്തിലേക്ക് കടന്നു വന്നത് വാണിജ്യ വ്യാപാര ഇടപാടുകളിലൂടെ വിശ്വാസവും മനുഷ്യത്വവും എങ്ങനെ സംഘർഷമില്ലാതെ ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനോടൊപ്പം സംസാരിക്കുന്ന ശബ്ദങ്ങൾ സമൂഹത്തിന്റെ മനസാക്ഷിയായിട്ട് മാറേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ തുടങ്ങി സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് യേശുദേവൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച പാരമ്പര്യം, അതാണ് നമ്മുടെ ലോകത്തിന്റെ പാരമ്പര്യം. മനുഷ്യത്വം സ്വായത്തമാക്കാനായിട്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അതിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യം വിനയത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി അറിവ് നേടിയെടുക്കണമെന്ന ഇസ്ലാമിക തത്വം, ഇൽമ എന്നുള്ള ഇസ്ലാമിക തത്വം, ജ്ഞാനത്തെ ജ്ഞാനോദയത്തിലേക്കുള്ള വഴിയായി കാണുന്ന ഭാരതീയ സങ്കല്പവുമായിട്ട് ഒത്തുപോകുന്നു. പുതിയ തലമുറയ്ക്ക് ഈ സന്ദേശം അത്യന്താപേക്ഷിതമാണ്. മനുഷ്യത്വം എന്നുള്ളത് എല്ലാ വിശ്വാസങ്ങളുടെയും സംഗമസ്ഥാനമാണ്
എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യത്വത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഭയത്തിനും സംശയങ്ങൾക്കും അതീതമായിട്ട് നമ്മൾ ഉയരുകയാണ്. നമ്മൾ മനുഷ്യത്വത്തോടുകൂടി സംസാരിക്കുമ്പോൾ തർക്കങ്ങൾക്ക് പകരം ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുമ്പോൾ രാഷ്ട്രങ്ങൾ കരുത്താർജിക്കുകയും സമൂഹങ്ങൾ പരിപൂർണമാവുകയും ചെയ്യുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാഹിബിനോടുള്ള ആദരവും സംഘാടകരോടുള്ള നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ പരിപാടി കാരുണ്യം, ബഹുമാനം, സഹവർത്തിത്വം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾക്കായി നിലകൊള്ളാൻ നമുക്കേവർക്കും പ്രചോദനമാകട്ടെ. നമ്മുടെ വിശ്വാസം നമ്മളെ നല്ല മനുഷ്യരാക്കട്ടെ. വിശ്വാസങ്ങളിലെ വൈവിധ്യങ്ങൾ നമ്മളെ ഭിന്നിപ്പിക്കാതെ ഐക്യപ്പെടുത്തട്ടെ. മനുഷ്യത്വം എപ്പോഴും നമ്മുടെ പാതയിൽ വഴികാട്ടിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന് ദീർഘായുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.